അനസ് ഭായ് നമസ്കാരം. നമസ്കാരം. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണയും നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഈ കന്യാകുമാരി ജില്ലയിലുള്ള നിങ്ങളെ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. വിജയകുമാർ IPSന്റെ വീരപ്പൻ വേട്ടയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഒരു 4 പേരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പോലീസ് സേനയ്ക്ക് പുറത്ത് അവരെ പ്രധാനമായും സഹായിച്ച ഒരു 4 പേരെ കുറിച്ച്. ആ 4 പേരിലെ പ്രധാനിയായിരുന്നു താങ്കളെന്ന് നമുക്കറിയാം. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ പിന്നീട് വീരപ്പനെ കുറിച്ച് ഒരു സിനിമ വന്നപ്പോ അതില് ഈ 4 പേര്, നിങ്ങൾ ഉൾപ്പെടുന്ന 4 പേര് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലാണ് നിങ്ങളെ പോലീസുകാർ കണ്ടെത്തുന്നത് എന്നാണ് ആ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത്. അതായത് അത് സിനിമയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരിക്കലുമില്ല. നമ്മള് കോയമ്പത്തൂർ ജയില് നമ്മൾ കണ്ടിട്ടേ ഇല്ല. വനയുദ്ധം സിനിമയിലും അത് കാണിക്കുന്നുണ്ട്. കോയമ്പത്തൂർ ജയിലും നമുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നാം പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നമ്മൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റുള്ളവര്, അതെ, നമുക്കും ജയിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്റെ സ്വന്തം സ്ഥലം തിരുവിതാംകൂട്, കന്യാകുമാരി ജില്ലയിൽ തിരുവിതാംകൂട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വന്നിട്ട് നമ്മളെ ഒരുത്തൻ ഉണ്ടായിരുന്നു, ഒരു ക്രിമിനൽ. അവൻ ഈ കള്ളനോട്ടുമായിട്ട് ബന്ധപ്പെട്ടവനാണ്. അവന് 2000-2001 ആ വർഷക്കാലം ഇവിടുത്തെ സ്പെഷ്യൽ ടീംകാര് അവനെ വന്നിട്ട് പിടിച്ച് പിന്നെ നേരെ എന്ത് ചെയ്ത് വിചാരണ തടവുകാരനായിട്ട് അവനെ ജയിലിൽ വെച്ചിരുന്നു ഇവിടെ തന്നെ. പിന്നീട് അവൻ അത് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നതിന് ശേഷവും അവനുമായിട്ട് അന്വേഷണത്തിന് വേണ്ടി തിരുവിതാംകൂട് എന്ന് പറയുന്ന സ്ഥലം, നമ്മളെ സ്ഥലത്ത് പല പോലീസുകാരും വരും പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ടീമിലെ അംഗങ്ങളായിരുന്ന അത് വിജയൻ എന്ന് പറയുന്ന, അത് നമുക്കൊരു അണ്ണം പോലെ, വിജയൻ രവിചന്ദ്രൻ, അവര് അപ്പോഴും ആ സ്പെഷ്യൽ ടീമിലിരുന്ന് നല്ലതുപോലെ, അതായത് കൊടും ക്രിമിനൽസിനൊക്കെ അകത്തിടും, അതിന് തക്കതായിട്ടായ ഒരു പനിഷ്മെന്റ് ഒക്കെ അവർക്ക് കൊടുക്കണ, ഒരു നല്ലൊരു ജോലി നോക്കണ ഒരു ഉദ്യോഗസ്ഥര്. അവരും നമ്മളുമായിട്ടൊക്കെ ഒരു ബന്ധം 2000-2001 അവരുമായിട്ട് നമുക്കൊരു പരിചയം ഏർപ്പെടുന്നു. അങ്ങനെ ഏർപ്പെട്ട് അവരെ ആ നല്ല കാര്യങ്ങളും അവർ ചെയ്യണ ആ ക്രിമിനൽസിനെതിരായിട്ടുള്ള വർക്കുകളും നമ്മളെ മനസ്സിനെ അവരെ മുകളിൽ നമുക്കൊരു വലിയൊരു സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാക്കും ഈ വിജയണ്ണൻ, രവിചന്ദ്രൻ, ഇവര് രണ്ടുപേരും കൂടി നമുക്ക് ഇങ്ങനെ ഒരു ടാസ്ക് പറയണം. അവരാദ്യം STFിൽ ഇരുന്നിട്ടാക്കും പിന്നീട് കന്യാകുമാരി ജില്ലയിലൊന്ന് ജോലി നോക്കിയത്. ഇവരെന്ത് ചെയ്ത് ഇവിടെ ഇരുന്ന് നമ്മളെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മളെ ഇവിടെ ഇരുന്ന് STFലുമായിട്ട് അങ്ങ് അയച്ചു വിടുന്നു. ഈരോട് സത്യമംഗലത്ത് അയച്ചു വിടുന്നു. ഇവിടെ ഇരുന്ന് അവര് നമ്മളെ ഇങ്ങനെ കാര്യം പറയണം, നിങ്ങൾ പോണത് വന്നിട്ട് വീരപ്പന്റെ കൂടെ ഇരിക്കാനാണ്. അവിടെയുള്ള IPS ഓഫീസർ അങ്ങനെ ഒരു ആൾക്കാർ ചോദിച്ചിരിക്കുന്നു. അതിന് നിങ്ങൾ പോയി അതിനെ ചെയ്യും, അവരെ കൂടെ ഇരിക്കും എന്നുള്ള ഒരു ഇതില് ഒരു വിശ്വാസത്തിലാകും നിങ്ങളെ നമ്മൾ അയക്കണം എന്നുള്ള രീതിയിൽ നമ്മളതിൽ പറഞ്ഞു. അപ്പോ ഈ കള്ളനോട്ടിന്റെ ആ വിചാരണ തടവുകാരനായിരുന്നല്ലേ, അവൻ എന്ത് ചെയ്ത് പേടിച്ച് അവൻ അങ്ങ് ഒതുങ്ങി.